ഹായ്, നമസ്കാരം. നമ്മുടെ വെളിച്ചെണ്ണയെക്കുറിച്ച് നമ്മളെ കസ്റ്റമർ കുറേ ഡൗട്ട്സ് ചോദിച്ചിരുന്നു. അവർക്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ ഫോൺ ചെയ്തിട്ടൊക്കെ ഡൗട്ട്സ് ചോദിച്ചിരുന്നു. അപ്പോൾ അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് ക്ലാരിറ്റി കൊടുക്കാന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എന്തായിരുന്നു നമ്മളെ കസ്റ്റമർ ഡൗട്ടായി ചോദിച്ചിരുന്നത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ് ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണയും മറ്റു വെളിച്ചെണ്ണയും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, നമ്മൾ സാധാ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ എക്സ്പെല്ലർ മെഷീനിലാണ് ആട്ടുന്നത്. അപ്പോൾ അതിൽ ഓവർ ഹീറ്റായിട്ട് നല്ല ചൂടോട് കൂടിയിട്ടാണ് എണ്ണ ഔട്ട് കിട്ടുന്നത്. നമ്മൾ ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണ പല ആളുകളും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അത് ഓവറായിട്ട് ഹീറ്റാവില്ല. ഒരു 90% എണ്ണ അതിൽ കിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ന്യൂനത. പക്ഷേ അത് ഹീറ്റാവില്ല. അതിൻ്റെ പോഷക കാര്യങ്ങളൊക്കെ അതിൽ നിലനിർത്തിയും കൊണ്ടായിരിക്കും നമുക്ക് ഔട്ട് കിട്ടുക. അത് നമ്മൾ ഊറാൻ വെച്ച് സ്വാഭാവിക രീതിയിൽ പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്ന പോലെ വെയിലത്തൊക്കെ വെച്ചിട്ട് നമ്മളെടുത്തിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് നാച്ചുറലായിട്ട്. അതാണ് നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണയും നമ്മുടെ വെളിച്ചെണ്ണയും തമ്മിലുള്ള ഒരു വ്യത്യാസം. രണ്ടാമത്തെ ആൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് കളറ് കുറവാണ്, കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ കുറച്ച് നല്ല ക്ലാരിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അത് എന്തുകൊണ്ട്? ഓക്കെ, അതാണ് അതിൻ്റെ ഒരു വലിയൊരു മെസ്സേജ് നമ്മൾ ആളുകൾക്ക് പാസ് ചെയ്യാനുള്ളത്. കാരണം നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ കമ്പനിയിൽ ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ യഥാർത്ഥ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്നതാണ് ഈ പ്രോസസ്സിങ്ങിലൂടെ വരുന്നത്, ഈ ഫിൽറ്ററിങ്ങിലൂടെ വരുന്നത്. അപ്പോൾ ഫിൽറ്ററിങ് ചെയ്യാതെ നമ്മൾ സ്റ്റീൽ പാത്രത്തിലാക്കിയിട്ട് അത് ഊറാൻ വയ്ക്കും. ഊറിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് നല്ല ഊറിയതിന് ശേഷം അതെടുത്തിട്ട് ഇതേപോലെ അപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ് ചെറുതായിട്ട് അതിന് എന്തായാലും വരും. കാരണം നമ്മൾ ഫിൽറ്റർ ചെയ്യുമ്പോഴാണ് അത് ഒരുപാട് തട്ടിലൂടെ പോകുമ്പോൾ അത് ഫുള്ള് ഇതിൻ്റെ ഇത്ര കട്ടി ഉണ്ടാവില്ല നമുക്ക് സാധാരണ വെളിച്ചെണ്ണ പുറത്തുനിന്ന് കിട്ടുമ്പോൾ. അത് വർഷങ്ങളോളം ഇരിക്കും. നമ്മളത് സാധാരണ നിങ്ങൾക്കറിയാം, നമ്മൾ മില്ലിലൊക്കെ ആട്ടുന്ന സമയത്ത് നമുക്ക് 6 മാസം 7 മാസമാണ് നമുക്ക് വീട്ടിൽ കിട്ടുന്നത്. അതേ സെറ്റപ്പ് ചെയ്ത് കിട്ടുള്ളൂ. കാരണം ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ആട്ടും, അതിന് ശേഷം വെയിലത്ത് കൊടുന്ന് ഊറാൻ വയ്ക്കും. അതിന് നമ്മളെ ബോട്ടിലാക്കിയിട്ട് സപ്ലൈ ചെയ്യും. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നാളികേരം എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്, പിന്നെ ഇത് എവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയും, എവിടെ നിന്ന് കിട്ടും, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്. നാളികേരം നമ്മൾ കളക്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ, ഇവിടെ തെങ്ങും തോപ്പുകൾ ഇഷ്ടംപോലെയുള്ള സ്ഥലമാണ്. അത്യാവശ്യം നല്ല ഇവിടുന്ന് കളക്ട് ചെയ്യുന്ന നാളികേരം കൊണ്ട് നമ്മൾ കൊപ്രയാക്കിയിട്ട് നമ്മൾ ഡ്രയർ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊക്കെ ഉണ്ട്, അതിൻ്റെ താഴത്തിടും. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഉണക്കാനൊക്കെ. സാധാരണ നമ്മൾ വീട്ടിലാട്ടുന്ന പോലെ വെട്ടി ഉണക്കിയിട്ട് നമ്മൾ ഡ്രയറിലിടും. മഴയ്ക്കാണെങ്കിൽ ഡ്രയറിലിടും, ഇല്ലെങ്കിൽ നാച്ചുറൽ വെയിലിൽ നമ്മൾ ഉണക്കിയിട്ട് നമ്മൾ ഉണക്കും. രണ്ടാമത്തെ എന്താണ്, എവിടെ നിന്നാണ് അത് കിട്ടുന്നത്? അല്ല, നമ്മളെ വെളിച്ചെണ്ണ എവിടെയൊക്കെ ലഭിക്കും എന്നുള്ളത്. വെളിച്ചെണ്ണ നമ്മൾ ലഭിക്കുന്നത് നമ്മളെ എല്ലാ ഔട്ട്ലെറ്റും, നമ്മളെ മലപ്പുറം വീനസ്റ്റ് പപ്പടമാണ് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കിട്ടുന്ന ഏകദേശം ഷോപ്പുകളിലൊക്കെ, കുറച്ച് ഷോപ്പുകളിലൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാ ഷോപ്പുകളിലേക്കും നമ്മൾ എത്തിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഒരു 5-6 ഔട്ട്ലെറ്റ് നമുക്ക് നിലവിലുണ്ട്. അതിലൂടെ നമുക്ക് ലഭിക്കും. അല്ലാതെ നമ്മൾ വീനസ്റ്റ് ഫുഡ് എന്നൊരു വെബ്സൈറ്റിൽ നമ്മൾ ഓൺലൈനായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളുടെ ലഭിക്കും. അതിലൂടെ നമുക്ക് ദൂരം നിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് തുറന്നിട്ട് അതിലൂടെ നമുക്ക് ഓർഡർ തന്നാൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. ഇതിൽ കുടുംബശ്രീ ഉണ്ട്. നമ്മളെ വൈഫാണ് ചെറുതായിട്ടൊന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് നമ്മളെ ഷോപ്പിലൂടെ കൊടുത്തപ്പോൾ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരമാണ് പിന്നെ നമ്മൾ വിപുലമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇത് നമ്മൾ മലപ്പുറം സ്പെഷ്യൽ പപ്പടം കിട്ടുന്ന, മലപ്പുറം വീനസ്റ്റ് പപ്പടം കിട്ടുന്ന എല്ലാ ഷോപ്പുകളിലും ഇത് അവൈലബിൾ ആവും. ഇപ്പോൾ ഒരു പകുതിയോളം ഷോപ്പുകളിലാണ് ഉള്ളത്. ബാക്കിയുള്ള ഷോപ്പുകളിലേക്കൊക്കെ നമ്മൾ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇത് നമ്മൾ മലയാളീസിനോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആരോഗ്യ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ചക്കിലാട്ടി ഇത് ഡെയിലി യൂസ് ആയതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് അതിൽ ബോധവന്മാരാണ്. അവർ കൃത്യമായിട്ട് അത് ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത്രയും ഒരു ക്ലാരിറ്റി നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇത് ഒരു തവണ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളതിൻ്റെ ഓക്കെ ആണെങ്കിൽ വീണ്ടും അത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വരും. ഇത് ഞാൻ പറയുന്നു, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നും. കാരണം ഞാനിനി നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചക്കിലാട്ടുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നെക്സ്റ്റ് ദിവസങ്ങളിൽ നമ്മളത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് ചക്കിലാട്ടുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് രൂപം കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു.